എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സൗഖ്യമായിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 3 അധ്യായം പഠിച്ചു തീർത്തു. ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 11 വാക്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിലുള്ളത്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിക്കുന്നവരായി, കർത്താവിൽ ജയം നേടുന്നവരായി തീരുവാൻ സഹായിക്കുമെന്ന് ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയും നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ നമ്മൾ തെളിമയുള്ളവരായി വരാൻ നമ്മളെ ദൈവം പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്രത്തോളം സ്നേഹിക്കുന്ന പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കളായി ജനിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. അത് ഞാൻ പറയാൻ കാരണം, നമുക്കൊരു പക്ഷേ ഈ ലോകത്തിൽ നമ്മുടെ പിതാവ് നമുക്ക് ഉണ്ടാക്കുന്ന ചില സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉണ്ടാക്കിയിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെയും നമ്മുടെ മനസ്സിന് നല്ല വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അത്രയും സ്നേഹത്തോടുകൂടി ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അധ്യായം 4 വാക്യങ്ങൾ 11 അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4:1. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു. ഇത് ദൈവം സ്വർഗരാജ്യത്തിലെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്ന വലിയൊരു ദൃശ്യമാണ്. യോഹന്നാൻ ഈ ഭൂമിയിലുള്ള തടവുകളും പീഡനങ്ങളും ഏകാന്തതയും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലുകളും ഇപ്പൊ കഠിന പീഡനത്തിനായി പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ ഒറ്റപ്പെട്ടവനായി ഇരിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്. ഇതെല്ലാം പിന്നിലേക്ക് മാറ്റിവെച്ചിട്ട് സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ നേരിട്ട് കാണുന്നു, തുറന്നു കാണുന്നു. ഈ ഒരു തുറന്ന വാതിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവം വെളിപ്പെടുത്തുന്ന പുതിയ ചില തലങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികളിലേക്കുള്ളൊരു ക്ഷണം, മനുഷ്യന്റെ ചിന്തകളേക്കാൾ ഉയർന്നൊരു ദൈവിക ദർശനം. ദൈവം തുറക്കുന്ന ദർശന വാതിലുകൾ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നമുക്കായി തുറന്നേക്കുന്ന ഒരുപാട് വാതിലുകൾ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള വാതിലുകൾ നമുക്ക് തുറന്നു തന്നു. രക്ഷയുടെ വാതിൽ തുറന്നു തന്നു, വിശുദ്ധനായിട്ട് ജീവിക്കാനുള്ള വാതിൽ തുറന്നു തന്നു, മക്കളാകാനുള്ള വാതിൽ തുറന്നു തന്നു. എങ്കിലും നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന കാലത്തോളം നമുക്ക് ഓരോ വാതിലുകൾ ദൈവം തുറന്നു തരും. അവിടെ യോഹന്നാന് ആ ഒരു വാതിൽ തുറന്നു. കാഹളനാദം പോലെ കേട്ട ശബ്ദം. അവിടെ ബൈബിളിൽ ഇങ്ങനത്തെ കാഹളനാദം നമ്മൾ കേൾക്കുന്നത് ജാഗ്രതയ്ക്കുള്ള വിളി, അധികാരത്തിന്റെ ശബ്ദം, ധൈര്യം നൽകുന്ന ശബ്ദം, പുതിയ തുടക്കം അറിയിക്കുന്ന ശബ്ദമൊക്കെയാണ് ഈ കാഹളം ബൈബിളിൽ നമ്മൾ കാണുന്നത്. അത്രയും ശക്തമായ ശബ്ദത്തിൽ യോഹന്നാനോട് പറയുകയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു വിളിയോ പറച്ചിലോ അല്ല, ദൈവത്തിന്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. ആ ശബ്ദം എന്താണ് പറഞ്ഞത്? ഇവിടെ കയറി വരിക. ദൈവത്തിന്റെ ഒരു ക്ഷണമാണ്. നാം ഇപ്പോ ഇരിക്കുന്ന നിലയിൽ നിന്ന് ഉയരൂ. ഭൂമിയുടെ കാഴ്ച മതിയാകില്ല, ഞാൻ നിന്നെ ഉയർത്തി ചില കാര്യങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഒരാത്മീയമായിട്ടൊരു മർമ്മം ഉണ്ട് അതില്. നമ്മളെ ചില കാര്യങ്ങൾ ദൈവം കാണിക്കാൻ പോവുകയാണ്. ഇവിടെ കയറി വരൂ. നാം ഇന്നിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ആവശ്യമാണ്. സ്തോത്രം. ഇപ്പോൾ നീയുള്ള നിലയിൽ നിന്ന് ഉയരൂ. ഭൂമിയുടെ കാഴ്ച നിനക്ക് മതിയാകില്ല, ഞാൻ നിന്നെ ഉയർത്തി ചില കാര്യങ്ങൾ നിന്നെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്നും നമ്മളെ ഉയർത്തി, ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ ഉയർത്തി, നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് നമ്മളെ ഉയർത്തി, നമ്മളെ വേറെ ലെവലിലേക്ക് ആക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവം വിളിക്കാണ്, ഇവിടെ കയറി വരിക. ആ വിളിക്കുന്ന വിളി സ്വർഗത്തിലേക്കുള്ള നമ്മുടെ കയറ്റത്തിന് 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നത് പോലെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. അപ്പൊ നമ്മളെ ഇവിടെ കയറി വരാൻ വിളിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ക്ഷണം നമുക്കിവിടെ കാണാം.
അവിടെ മേലാൽ ഉണ്ടാകേണ്ടുന്ന, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. യോഹന്നാനോടാണ് അവിടെ പറയുന്നത്, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭാവിയിൽ നടക്കുന്നതെല്ലാം ഞാൻ നിനക്ക് തുറന്ന് കാണിക്കും. ദൈവം ഭാവിയെ മറച്ചു വെക്കുന്നില്ല. തന്റെ ജനങ്ങളെ തയ്യാറാക്കുന്ന ദൈവമാണ്. വെളിപ്പാട് പുസ്തകം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ എല്ലാം നടക്കുന്നു എന്നത് ഉറപ്പിക്കലാണ്. എല്ലാം സംഭവിക്കാനുള്ളത് ആ ഒരു വെളിപ്പാട് യോഹന്നാനെ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്കായിട്ടുള്ള വഴികൾ ഒരിക്കലും അത് അടഞ്ഞ വഴിയല്ല. ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ വഴികളാണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ യോഹന്നാനെ അവിടെ കാണിച്ചു കൊടുക്കുന്ന, മേലാൽ സംഭവിക്കാനിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് യോഹന്നാൻ എന്ത് ചെയ്തു? 4:2 പറയുന്നു, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഉടനെ ഞാൻ ആത്മവിവശനായി. ആത്മാവിന്റെ വിവശം വരുമ്പോൾ ശരീരത്തിന്റെ ആ ബോധം കുറഞ്ഞുകൊണ്ട് ദൈവാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഉയർത്തി നമ്മളെ പൊക്കിക്കൊണ്ടുപോകുന്ന, ദൈവം കാണിക്കാനിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ അകക്കണ്ണുകളെ തുറന്നുകൊണ്ട് ഭൂമിയിലെ ശബ്ദങ്ങൾ മങ്ങി ദൈവത്തിന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവം. ഇത് പരിശുദ്ധാത്മാവ് നൽകിയ അത്യന്തം വ്യക്തമായിട്ടുള്ള ഒരു ആത്മീയ ദർശനം. ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യ ചിന്തയ്ക്കും മനുഷ്യ ബുദ്ധിക്കുമൊക്കെ അതീതമായിട്ടുള്ള ഒരു ആഴമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. അപ്പൊ യോഹന്നാൻ അവിടെ ആത്മവിവശനായി സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. യോഹന്നാൻ ഒരുവൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ദൈവത്തിന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് മനുഷ്യ ഭാഷയ്ക്ക് കഴിയുന്നില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്നുള്ളത് ഇരിക്കുന്നത്. എന്നാൽ ദൈവം വിശ്രമിക്കുന്നില്ല. അവൻ ഇരിക്കുന്നു എന്നൊരു നിഷ്ക്രിയമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, ഭരണത്തിന്റെ നിലപാടാണ് അവിടെ കാണുന്നത്. യേശു എല്ലാം സംരക്ഷിക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം കൈവിടാതെ കാര്യങ്ങളെ നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ആശങ്കകൾ, അലയടികൾ, അസ്വസ്ഥതകൾ ഒക്കെയും ഒരു രീതിയിൽ ഇവയെല്ലാം അനിശ്ചിതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ദൈവത്തിന്റെ സിംഹാസനം അത്യന്ത സ്ഥിരവും അചഞ്ചലവുമാണ്. 4:3 വരുമ്പോൾ, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. അപ്പോ അവിടെ കണ്ട കാഴ്ചയില് യോഹന്നാൻ കാണുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടു. ആ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. ദൈവത്തിന്റെ രൂപത്തെ അവിടെ വ്യക്തമായിട്ട് മനുഷ്യഭാഷയിൽ വിവരിക്കാൻ, അല്ലെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കവിടെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പലവിധ കല്ലുകളുടെ പ്രകാശം, വിലപിടിപ്പുള്ള മുത്തുകളുടെ കല്ലുകളുടെ പേരുകൾ ഉപയോഗിച്ച്, പ്രകാശം ഉപയോഗിച്ച് വിവരണം ചെയ്യും. സൂര്യകാന്തം എന്നുള്ള കല്ല് ബൈബിളിൽ ജാസ്പർ, ശുദ്ധിയും തെളിമയും വെണ്മയും ദീപ്തിയും ദൈവത്തിന്റെ വിശുദ്ധിയും മഹത്വവും എന്നുള്ളതൊരു സൂര്യകാന്തം പോലെ, ഒരു പാളി പോലെ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ പരമശുദ്ധതയുടെ പ്രതീകമായിട്ടാണ് സൂര്യകാന്തത്തെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്ന് പത്മരാഗം. ഇതൊരു ചുവപ്പ് നിറമുള്ള വിലപ്പെട്ട രത്നമാണ്. ഈ നിറം സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ പവിത്ര ക്രോധം, രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പ്. ദൈവത്തിൽ ശുദ്ധിയും ശക്തിയും മാത്രമല്ല, നീതിയും കൃപയും ഒന്നിച്ചാണുള്ളത്. സിംഹാസനത്തിന്റെ ചുറ്റും പച്ചവില്ല്. യോഹന്നാൻ കണ്ടൊരു അത്ഭുതമാണത് ആ ഒരു പച്ചവില്ല്. മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ലാണ്. മരതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറ, ശാന്തി, ജീവനും പുതുക്കൽ എന്നിവയുടെ പ്രതീകമാണ് ഈ പച്ച എന്ന് പറയുന്നത്. അതിവിടെ ഒരു വില്ലായി, പച്ചവില്ല്. ഈ പച്ചവില്ല് എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവത്തിന്റെ ഒരു ഉടമ്പടിയായിട്ട് നോഹയ്ക്ക് ഒരു വില്ല് നൽകിയിരുന്നു. നോഹയുടെ കാലത്ത് ദൈവം ഒരു വില്ല് മനുഷ്യർക്കായി ആകാശത്തിൽ വെച്ചു. ദൈവവും മനുഷ്യരുമായിട്ടുള്ള ഒരു ഉടമ്പടി. ശിക്ഷ മാത്രമല്ല, ദൈവം കൃപയും വാഗ്ദാനം ചെയ്യുന്ന, കൃപയും കൊടുക്കുന്ന ദൈവമാണ്. സിംഹാസനത്തിന്റെ ചുറ്റും ആ വില്ല് കാണുമ്പോൾ ഇന്നും ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ദൈവമാണ് നമ്മളെ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. 4:4 സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം.
ദൈവത്തിന്റെ മഹാസിംഹാസനത്തിന് ചുറ്റുമായി 24 സിംഹാസനങ്ങളുണ്ട്. ഇതൊരു സാധാരണ ക്രമീകരണമല്ല. സ്വർഗത്തിലെ ആരാധനയുടെയും അധികാരത്തിന്റെയും ഒരു രാജമണ്ഡപം പോലെ. 12 ഇസ്രായേൽ ഗോത്രങ്ങൾ, അതായത് പഴയ നിയമ ദൈവജനത്തെ പ്രതിനിധീകരിക്കുന്നത്. 12 അപ്പോസ്തലന്മാർ പുതിയ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു. ആയതിനാൽ 24 മൂപ്പന്മാർ പഴയതും പുതിയതുമായ ദൈവജനത്തിന്റെ മുഴുവൻ പ്രതിനിധികളെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ വിവേചിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ കണ്ടത്, ഇവിടെ കയറി വരുവിൻ എന്നുള്ളത്. ഞാൻ ആ തെസ്സലോനിക്ക ലേഖനവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിയത്. അങ്ങനെ ഒരു ചിന്ത വന്നു പോയതാണ്. പുതിയതും പഴയതുമായിട്ടുള്ള ദൈവജനത്തിന്റെ മുഴുവൻ പ്രതിനിധികളായിട്ട് ഇവരെ അവിടെ കാണിക്കുന്നു. ഇത് പൂർണ്ണതയും സമ്പൂർണതയും സൂചിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ആരാധനയില് എല്ലാ കാലത്തെയും വിശ്വസ്തർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു 24 മൂപ്പന്മാർ എന്നുള്ള രീതിയിൽ നമ്മളെ കാണിക്കുന്നത്. അവർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട്, 24 മൂപ്പന്മാരുടെ വസ്ത്രം, 24 മൂപ്പന്മാരും വെള്ള ഉടുപ്പ് ധരിച്ചിരുന്നു. വെളുത്ത വസ്ത്രം ശുദ്ധിയും ജയവിജയം, ബൈബിളിൽ വെളുത്ത വസ്ത്രം ഇതിനെ സൂചിപ്പിക്കുന്നു. ഇവർക്ക് ജയിക്കുന്നവർക്ക് ഞാൻ ധരിക്കാൻ വെള്ളയുടുപ്പ് കൊടുക്കുമെന്ന്. ഇവിടെ ഈ ഒരു വെളുത്ത വസ്ത്രം ദൈവം തന്നെയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ പ്രവൃത്തികളാൽ നമ്മളത് വാങ്ങിച്ചെടുക്കുകയല്ല. കൃപയാൽ നമ്മുടെ പ്രവൃത്തികളെ ശുദ്ധീകരിച്ച് യേശുക്രിസ്തു നമുക്കത് കൃപയാൽ തരുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ ഇരിക്കുന്നു എന്നത് അവരുടെ സ്ഥാനത്തെ കാണിക്കുന്നു. അവർ നമ്മളെ പ്രതിനിധീകരിക്കുന്നു. സർവ വിശ്വാസികളെയും ദൈവജനം മുഴുവൻ എന്നർത്ഥമുള്ള പ്രതിനിധികളായിട്ടാണ് അവരെ അവിടെ വേദപുസ്തകം എടുത്തു കാണിക്കുന്നത്. 24 മൂപ്പന്മാരുടെ തലയിൽ പൊൻകിരീടം. മൂപ്പന്മാർ ധരിക്കുന്നത്, 24 മൂപ്പന്മാരും പൊൻകിരീടം, വിജയത്തിന്റെ വിശ്വസ്തതയുടെ പ്രതിഫലം. പൗലോസ് പറഞ്ഞതുപോലെ വിജയിച്ചവർക്കുള്ള മഹിമയുടെ കിരീടം 2 തിമോത്തിയോസ് 4:8 പറയുന്നത് പോലെ ആ മഹിമയുടെ കിരീടം. ഈ കിരീടം ഒരു രാജകിരീടമല്ല, വിജയകിരീടമാണ്. ശ്രമിച്ചവർക്കും വിശ്വസ്തർക്കും ലഭിക്കുന്ന വിജയത്തിന്റെ അടയാളമായിട്ടുള്ള കിരീടം. ഇതൊരു പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കണ്ണുനീരും പോരാട്ടവും കാത്തിരിപ്പും വിശ്വസ്തതയും ഒന്നും വെറുതെ ആകുന്നില്ല. ദൈവം ഒരിക്കൽ നമുക്കൊരു കിരീടം ഒരുക്കി തരുന്ന ഒരു ദിനമുണ്ട്. ഇതെല്ലാം വെറുതെ ആകില്ല. ഒരു ദിവസം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കിരീടം യേശുക്രിസ്തു നമുക്ക് നൽകുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭയം കൂടാതെ, നമ്മൾ തെല്ലും ഭയപ്പെടാതെ, ഒരിക്കലും പിന്നോട്ട് മാറാതെ ക്രിസ്തുവിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന 3 കാര്യങ്ങളാണ് മിന്നല്, നാദം, ഇടിമുഴക്കം. മിന്നൽ ദൈവത്തിന്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. മിന്നൽ ഭയപ്പെടുത്തുന്ന ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. ദൈവ ന്യായാധിപതിയും ശക്തിയും തികഞ്ഞവനാണ്. മറ്റൊന്ന് നാദം, ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്, ശബ്ദമാണ്. ദൈവം സംസാരിക്കുന്നത് ദൈവജനത്തോട് വചനങ്ങൾ ഉച്ചരിക്കുന്നവനാണ്. ഇടിമുഴക്കം, ദൈവത്തിന്റെ മഹത്വവും ന്യായവിധിയും. ബൈബിളിൽ ഇടിമുഴക്കമാണ് പലപ്പോഴും എടുത്തു കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അടുത്തുള്ള സാന്നിധ്യം, ദൈവം നടത്തുന്ന ന്യായവിധി, ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള മഹത്വം എന്നിവയ്ക്കുള്ള പ്രതീകമാണ് ഈ ഇടിമുഴക്കം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പുറപ്പെടുന്നു ഈ ഒരു സിംഹാസനത്തിൽ നിന്ന്. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, 7 എപ്പോഴും കാണുന്നുണ്ട്. പൂർണ്ണതയും സമ്പൂർണതയും ഒക്കെ കാണിക്കുന്ന ആ ഒരു 7 ആത്മാക്കൾ. 7 എന്നത് വേറെ വേറെ ആയിട്ടുള്ള 7 എന്നർത്ഥമില്ല. നമ്മൾ മുമ്പേയും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വിശുദ്ധാത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനമാണ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശത്തിന്റെയും ശക്തിയുടെയും അറിവിന്റെയും ദൈവഭക്തിയുടെയും യഹോവ ഭയത്തിന്റെയുമായിട്ടുള്ള ആത്മാവ്. ആത്മാവിന്റെ 7 പ്രവർത്തനങ്ങൾ അത് അവിടെ കാണുന്നു. ആ 7 ദീപങ്ങളായിട്ട് അവിടെ കാണുന്നു. ഈ പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധാത്മാവിന്റെ പ്രകാശം തന്നെ സിംഹാസനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആ 7 ദീപങ്ങൾ. എന്തുകൊണ്ട് ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു? അവിടെ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ദീപങ്ങൾ എപ്പോഴും ജ്വലിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വിശുദ്ധാത്മാവ് നിത്യമായി സജീവമായി പ്രവർത്തിക്കുന്നു. ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശം എപ്പോഴും ദൈവത്തിൽ നിന്നും നമ്മളിലേക്ക് വരുന്നു, ലോകത്തിലേക്ക് വരുന്നു. ദൈവരാജ്യത്തിൽ പ്രവർത്തനമില്ലാത്ത നിമിഷമില്ല. എപ്പോഴും ദൈവരാജ്യം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ചിലർ കാണുകയാണ്, ചിലർ ചിന്തിക്കുകയാണ് ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നുള്ള ചില ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ദൈവം സകലതും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരിക്കലും വിശ്രമിക്കുന്നില്ല. പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ്.
നമ്മളെ വഴി നടത്തുന്നത്, സത്യത്തിലേക്കും നീതിയിലേക്കും നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത്, ജീവിതത്തിൽ തെറ്റിപ്പോകേണ്ടുന്ന അവസരങ്ങളിലൊക്കെയും നമ്മളെ ചേർത്ത് നിർത്തി കുഞ്ഞെ ഇതാണ് ശരിയെന്ന് നമ്മളെ ബോധിപ്പിച്ചു തരുന്നത്, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, ഇതെല്ലാം ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ്. 4:6 സിംഹാസനത്തിന് മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. ദൈവസിംഹാസനത്തിന് മുമ്പിൽ വലിയൊരു കടൽ പോലെയുള്ളതൊരു സാധാരണ ജലമല്ല, അത് പളുങ്കിനൊത്ത പോലൊരു കണ്ണാടിക്കടലാണ്. ഈ കണ്ണാടിക്കടൽ എന്തിന് പ്രതീകമാണ്? ദൈവത്തിന്റെ പൂർണ്ണ വിശുദ്ധിയെ കാണിക്കുന്നു. സ്വർഗത്തെ മൂടുന്ന ശുദ്ധിയും സുതാര്യതയും നിറഞ്ഞ ദൈവസിംഹാസനത്തോട് അടുത്തു വരാൻ വേണ്ടുന്ന ഒരു വിശുദ്ധിയെ, ഉൾശുദ്ധിയാണ് അവിടെ കാണിക്കുന്നത്. 2 ശാന്തിയും സമാധാനവും. കടല് പ്രകൃതിയില് ഇന്ന് ഇവിടെ ലോകത്തിൽ കലഹങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളെ സൂചിപ്പിച്ചാലും ഇവിടെ ദൈവത്തിന്റെ മുമ്പിലുള്ള ആ ഒരു കടല് തിളങ്ങുന്ന ശാന്ത ജലമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പേടിയും ചുഴലിക്കാറ്റും ഒന്നുമില്ല. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിഫലനം കണ്ണാടി പോലെ തിളങ്ങുന്ന ആ കടല് ദൈവത്തിന്റെ മഹത്വം മുഴുവൻ പ്രതിഫലിപ്പിക്കുകയാണ്. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ, 4 അത്ഭുത ജീവികൾ. സാധാരണ ജീവികളല്ലത്, സ്വർഗത്തിലെ സൃഷ്ടിയുടെ ഉദാത്തമായിട്ടുള്ള പ്രതിനിധികൾ. മുമ്പുറവും പിമ്പുറവും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് പൂർണ്ണജ്ഞാനവും കാവലും ജാഗ്രതയും ദൈവത്തിന്റെ സർവജ്ഞതയുടെ പ്രതിഫലവും ആരാധനയുടെ ദീപ്തിയും ഒക്കെയാണ് ഈ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഈ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണജ്ഞാനം, ഒന്നും മറഞ്ഞു പോകുന്നില്ല. ദൈവം എല്ലാം കാണുന്നവൻ. ദൈവത്തിന്റെ ദൂതന്മാർക്കും അതിന്റെ ആ ഒരു ഭാഗമുണ്ട്. അവിടെ കാവലും ജാഗ്രതയും കാണിക്കുന്നു. ചുറ്റുമുള്ള എവിടെയും കണ്ണുകൾ ദൈവസിംഹാസനത്തോട് അടുത്തുള്ളവർ എപ്പോഴും ജാഗ്രതയിലാണ്. നമ്മളോടും ദൈവം പറയാണ്, എപ്പോഴും നമ്മൾ ജാഗ്രതരായിരിക്കുക. നമ്മുടെ ചുറ്റും നമുക്ക് കണ്ണ് വേണം, നമ്മുടെ ചുറ്റും നമുക്ക് ചെവി വേണം. ഇതെല്ലാം ആത്മീയ ചെവി, ആത്മീയ കണ്ണുകളും തുറന്നിരിക്കണം. 4:7 വരുമ്പോൾ 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അതിൽ 1-ാം ജീവി സിംഹത്തിന് സദൃശ്യമാണ്. സിംഹം ബൈബിളിൽ ശക്തിയും ആധിപത്യവും ധൈര്യവും എന്നിവയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ സിംഹത്തെ കാണുന്നത്. ഈ ജീവി ദൈവത്തിന്റെ രാജാധികാരത്തെയും ജയത്തെയും പ്രതികരിക്കുകയാണ്. വെളിപ്പാട് 5:5 കാണാം, ദൈവം യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. കാള ശക്തിയുടെയും സഹനത്തിന്റെയും ഭാരമേറ്റ് സേവനം ചെയ്യുന്നവയുടെയും ഒക്കെ പ്രതീകമാണ്. ഈ ജീവി ദൈവത്തിന്റെ സേവന ഹൃദയത്തെയും സ്ഥിരതയെയും പ്രതിനിധീകരിക്കുകയാണ്. പഴയ നിയമത്തിൽ കാളകളെ ബലികളിൽ ഉപയോഗിച്ചു, അതായത് ആ ഒരു സമർപ്പണം. ദൈവം സ്വഭാവത്തിൽ ശക്തനും നമ്മെ സഹിക്കുന്ന കൃപയുള്ളവനുമാണ്. 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതും. മനുഷ്യന്റെ മുഖം ജ്ഞാനവും വിവേകവും മനസ്സിലാക്കലും തീരുമാനശേഷിയും എടുക്കാനുള്ള ഈ ജീവി ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും പ്രതിനിധീകരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത്, വരുവിൻ നമുക്ക് നമ്മുടെ സദൃശ്യത്തിലും സ്വരൂപത്തിലും, അവിടെ സദൃശ്യമായി, ദൈവത്തോട് സദൃശ്യമായി, അതിലെ ദൈവത്തിന്റെ മനസ്സും ബുദ്ധിയും ഇവിടെ പ്രതിഫലിക്കുകയാണ്. 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. കഴുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നു പറക്കാൻ കഴിവുള്ളവനാണ്, ദൂരദർശനമുള്ളവരാണ്, വേഗതയുള്ളതാണ്, ആ ആത്മീയ ഉയർച്ച ഉള്ളതാണ്. ഈ ജീവി ദൈവത്തിന്റെ ദർശനവും കഴിവും ഉയർന്ന നിലയും പ്രതികരിക്കുന്നു. നമ്മുടെ പഴയ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാന പ്രകാരം ഈ 4 രൂപങ്ങൾ യേശുക്രിസ്തുവിന്റെ 4 വശങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട്. സിംഹം രാജാവായി വരുന്ന ക്രിസ്തു, കാള ദാസനായി സമർപ്പിക്കപ്പെട്ട ക്രിസ്തു, മനുഷ്യൻ മനുഷ്യാവതാരമായ ക്രിസ്തു, കഴുകൻ സ്വർഗീയ ദൈവപുത്രനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഇങ്ങനെ നമ്മുടെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. 4:8 4 ജീവികളും ഓരോന്നിന് 6 ചിറക് ഉള്ളവരായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി. ഈ 4 ജീവികൾക്ക് 6 ചിറകുകളുണ്ട്. ഇതൊരു വെറും രൂപസവിശേഷതയല്ല, ഒരു വലിയ ആത്മീയ അർത്ഥമുണ്ട് അതിന്. 6 ചിറകുകൾ. യെശയ്യാവ് 6:2 പറയുന്ന സറാഫിമാർക്ക് 6 ചിറകുകളായിരുന്നു.
ചിറകുകൾ എന്തിനാണ്? 2 ചിറകുകൾ മുഖം മറയ്ക്കാൻ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഭക്തിയോടുകൂടി മുഖം മറയ്ക്കാൻ. 2 കാലുകൾ മറയ്ക്കാൻ, ദൈവത്തിന്റെ മുമ്പിലുള്ള വിനയം. 2 പറക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം വേഗത്തിൽ നിർവഹിക്കാൻ. ദൈവത്തിന്റെ സിംഹാസനത്തിന് സമീപമുള്ള അവരുടെ സ്വഭാവം ഭക്തിയും വിനയവും സേവനവുമാണ്. ഇന്ന് നമ്മളിലും വരേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഭക്തി വേണം, വിനയം വേണം, സേവനം വേണം. ഇത് 3 ഇവിടെ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലേ അവിടെ പോയി അത് കാണിക്കാൻ പറ്റൂ. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നതും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് പ്രാക്ടീസ് നടക്കുകയാണ്. ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്നുണ്ട്. ആ ഫൈനൽ സ്റ്റേജിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടത്തെ പ്രാക്ടീസ് നമ്മൾ പൂർത്തീകരിക്കണം. ഇവിടെ ഇപ്പോഴേ നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തെറ്റി പോവുകയാണ്. ഭക്തിയില്ല, വിനയവും ഇല്ല, സേവനവും ഇല്ല. എന്നാൽ ഇതൊക്കെ ഇവിടെ പൂർണ്ണത പ്രാപിച്ചെടുക്കണം. ആ ജീവികളുടെ ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു, പുറത്തും ഉള്ളിലും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് ഇത് തോന്നാം, പക്ഷെ അതിമനോഹരമായിട്ടൊരു പ്രതീകമാണ്. പരിപൂർണ ജ്ഞാനം, ഒന്നും മറഞ്ഞു പോകാത്ത ദർശനം, ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ആത്മീയ സൂക്ഷ്മത, എല്ലാ ദിശയിലുമുള്ള ബോധം. ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റുമുള്ള ജീവികൾ ജാഗ്രതയിലും ദർശനത്തിലും പരിപൂർണരാണ്. അവർ എന്ത് കാര്യമുണ്ടായാലും അവർ കാണാതെ പോകില്ല. ഇരിക്കുന്നവന്, ഇരുന്നവനും, വരുന്നവനുമായി. ഇത് ദൈവത്തെ കുറിച്ചുള്ള 3 വിശേഷങ്ങൾ. ആയവൻ, നിത്യത്തിന്റെ ആരംഭം. ഇരിക്കുന്ന, ഇപ്പൊ സജീവമായി ഭരിക്കുന്ന ദൈവം. വരേണ്ടുന്നവൻ, കർത്താവിന്റെ വരവ് ഉറപ്പാണ്. ദൈവം മുന്നും പിന്നും ഇപ്പോഴും നിത്യതയിൽ പൂർണ്ണനാണ്. സർവശക്തിയുള്ള കർത്താവായ ദൈവം, എല്ലാറ്റിലും ആധിപത്യമുള്ളവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, പരിപൂർണ രാജാവും സൃഷ്ടാവും. ദൈവം ദൂരമുള്ള വ്യക്തിയല്ല, എല്ലാം കൈകളിൽ പിടിച്ച് നയിക്കുന്ന രാജാവാണ് നമ്മുടെ യേശുക്രിസ്തു. ഈ സർവശക്തിയുള്ള ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇത് സ്വർഗത്തിലെ നിരന്തരമായിട്ടുള്ള ആരാധനാ ഗാനമാണ്. അവർ രാപ്പകൽ വിശ്രമം കൂടാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലെ നിരന്തര ആരാധന ഇത് കാണിക്കുന്നു. സ്വർഗത്തിന്റെ പാട്ട് അവരിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവാരാധന സ്വർഗത്തിൽ വിശ്രമമില്ലാത്തൊരു പ്രവാഹം പോലെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. 4 ജീവികളും തളരുന്നില്ല, മടുത്തു പോകുന്നില്ല, അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച യോഹന്നാൻ അവിടെ ദർശിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിലായിരുന്നിരുന്നാലും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ ആരാധന സ്വാഭാവികമായി എത്തും. നമുക്ക് ആ ആരാധനയുടെ ഭാഗമാകാം. ഈ ലോകത്തിൽ തന്നെ നമ്മൾ അതിനുള്ള പ്രാക്ടീസ് നേടി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ അതിനെ പരിഹരിച്ച് ഏറ്റവും തെളിഞ്ഞു വരുന്നവരായിരിക്കണം. 4:9 എന്നേക്കും ജീവിച്ചിരിക്കുന്നവനും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും. ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ ആരംഭമില്ല, അവസാനമില്ല. കാലത്തിനൊപ്പം ദൈവം മാറുന്നവനല്ല. മനുഷ്യരുടെ ജീവിതചക്രങ്ങൾക്കപ്പുറം ദൈവം നിത്യതയിൽ നിലനിൽക്കുന്നു. ഇവിടെ മനുഷ്യനെ നോക്കിയാൽ ഒരു ദിവസം പോലും, ഒരു നാഴിക പോലും, ഒരു നൊടി നേരം പോലും ഉറപ്പില്ലാത്ത മനുഷ്യരാണ്. എന്നാൽ നമ്മെ നയിക്കുന്ന, കൈപിടിച്ചു നയിക്കുന്ന ദൈവം നിത്യനും ശക്തനും മാറാത്തവനുമാണ്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമ്മുടെ നേതാവ്, നമ്മളെ നയിക്കുന്നത് സർവശക്തിയുള്ള നിത്യനും ശക്തനുമായിട്ടുള്ള ദൈവമാണ്. ദൈവം ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. കാരണം രാജാവാണ്, ഭരണാധിപതിയാണ്, സർവ്വനിയന്ത്രണത്തിന്റെയും അധിപതിയാണ്, പരമാധികാരിയായിട്ടുള്ള ദൈവമാണ് ഇരിക്കുന്നത്. അവിടെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ദൈവത്തിനോട് നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് സ്തോത്രം കൊടുക്കണം, താങ്ക്സ് കൊടുക്കണം. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് കൃപയും നന്ദിയും ആ ദൈവത്തിന്റെ ദയ നിത്യവും നമ്മൾ വാങ്ങിക്കൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ ഈ ജീവികൾ അവിടെ അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർ കൊടുക്കുമ്പോഴൊക്കെ ഇടവിടാതെ ചെയ്യുന്നു, എല്ലാ നിമിഷവും ചെയ്യുന്നു. ഒരു സെക്കൻഡ് പോലും അവർ മടുത്തു പോകുന്നില്ല. നമ്മളും അങ്ങനെ ആയിരിക്കണം. 4:10 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. 24 മൂപ്പന്മാര്, സ്വർഗത്തിലെ ആ മൂപ്പന്മാരെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. ശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ചവർ, വെണ്മയുള്ള വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചവർ, പൊൻകിരീടം തലയിൽ ധരിച്ചവർ. അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. അവിടെ വീണു. സ്വർഗത്തിലെ സിംഹാസനത്തോട് അടുത്ത ബഹുമതിയിൽ ഇരുന്നവർ പോലും ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ നിൽക്കാനാകാതെ താഴെ വീഴുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്ഥാനം കൊടുത്ത് അത്രത്തോളം ബഹുമാനത്തോടുകൂടി അവിടെ ദൈവഭക്തിയുടെ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്.
ദൈവത്തിന്റെ മുമ്പിലുള്ള പൂർണ്ണ വിനയം, അഹങ്കാരം ഒന്നുമില്ലാത്ത മനസ്സ്, ഞങ്ങൾ ഒന്നുമില്ല ദൈവമേ, എല്ലാം നീയാണ് എന്നുള്ള ആത്മീയ സ്ഥിതി, മഹത്വത്തിന്റെ പൂർണ്ണ സമർപ്പണമായിട്ട് അവിടെ ആ മൂപ്പന്മാര് വീഴുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളെ തള്ളി വീഴ്ത്തുന്നതിലല്ല, വളരെയേറെ നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തി വിനയത്തിലാക്കുന്നതിലാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. ഇത് വെറും നമസ്കാരമല്ല, ഹൃദയം, മനസ്സ്, ജീവൻ മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, നിത്യ ദൈവമാണ്, മാറാത്തവനാണ്, എല്ലാ കാലത്തും ജീവിക്കുന്നവനാണ്, ഭരിക്കുന്നവനാണ്, ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ചരിത്രത്തെ കയ്യിലേന്തുന്ന ദൈവം. 4:11 കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം തന്റെ ഇഷ്ടത്തിന്റെ ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. കർത്താവേ, നീയാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. സകല സൃഷ്ടിയും ദൈവത്തിൽ നിന്നാണ് വന്നത്. ദൈവത്തിനേക്കാൾ വലിയ സൃഷ്ടാവില്ല. ഒന്നും യാദൃച്ഛികമല്ല. എല്ലാം ദൈവത്തിന്റെ ജ്ഞാനത്താൽ രൂപപ്പെട്ടതാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. സൃഷ്ടി വെറും ഒരു ശക്തി പ്രകടനമല്ല, ദൈവത്തിന്റെ ഇഷ്ടം. അത് ദൈവത്തിന്റെ മനസ്സിലുള്ള നീണ്ടു നിന്നൊരാലോചന, ദൈവത്തിന്റെ സ്നേഹ പദ്ധതി. ഈ ലോകം നമ്മുടെ ഡിസിഷൻ കൊണ്ടല്ല ഉണ്ടായത്, ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ടാണ് ഉണ്ടായത്. നിന്റെ ജീവിതം യാദൃച്ഛികമല്ല. നിങ്ങൾ ഇന്ന് യാദൃച്ഛികമായിട്ടാണ് ഈ ലോകത്തിൽ ജനിച്ചതെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ യാദൃച്ഛികമല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടവരായിരുന്നു കൊണ്ട് ദൈവത്തിനെ സ്വർഗത്തിൽ വീണ്ടും നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ ആ നിലനിൽപ്പ് യേശുവിന്റെ രക്ഷയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ ആ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിനുള്ള പൂർണ്ണത വരികയുള്ളൂ. ഇങ്ങനെ സകലതും സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ആരാധനയ്ക്ക് ദൈവം മാത്രമാണ് യോഗ്യൻ. ഞങ്ങളെല്ലാം സൃഷ്ടികളാണെന്നാണ് മൂപ്പന്മാർ പറയുന്നത്. നീയാണ് സൃഷ്ടാവ്. ഇങ്ങനെ പറയുന്ന മൂപ്പന്മാർ വരെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ വന്ന് ജീവിച്ച് ദൈവവേല ചെയ്തുകൊണ്ട് വളരെ വിശുദ്ധിയിലായി നിന്നുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളെ ഇന്ന് മനുഷ്യർ അവരെ ആരാധിക്കുന്നവരുണ്ട്. തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായിട്ടുള്ള ദൈവം മാത്രമേ ഉള്ളൂ. മനുഷ്യരായി ബാക്കി ഇവിടെ വന്നു പറഞ്ഞ യേശുക്രിസ്തു ഒഴിച്ച് വേറെ ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യനല്ല. ക്രിസ്തുവിന്റെ കാലത്തായിക്കോട്ടെ, ക്രിസ്തുവിന് മുമ്പായിക്കോട്ടെ, ക്രിസ്തുവിന് ശേഷമായിക്കോട്ടെ, ഏതെങ്കിലും മനുഷ്യരെ ദൈവമായി കണ്ട് ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക, ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. സകല സൃഷ്ടിയുടെയും സകല മഹത്വത്തിന്റെയും ഉറവിടമായതുകൊണ്ട്, എല്ലാം സൃഷ്ടിച്ചവനായതുകൊണ്ട് ഇതിന് യോഗ്യൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ കിരീടങ്ങളെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലിടും. ഈ വാചനത്തിന് ഏറ്റവും ശക്തവും ദൃശ്യവുമായിട്ടുള്ള ഒരു ഹൃദയവുമാണ് ഈ ഒരു വാക്കെന്ന് പറയുന്നത്. തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ആ 24 മൂപ്പന്മാർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ കിരീടങ്ങൾ, ജയത്തിന്റെയും വിശ്വസ്തയുടെയും ബഹുമതിയുടെയും ആ ഒരു നാൾക്കുള്ള കിരീടം, അതെടുത്ത് ദൈവത്തിന്റെ മുമ്പിലിടുകയാണ്. ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എല്ലാറ്റിന്റെയും ജയവും ദൈവത്തിൻ്റെതാണ്. നാം നേടിയെന്ന് തോന്നുന്ന ഓരോ ജയവും, ഓരോ നേട്ടവും, ഓരോ മഹത്വവും എല്ലാം ദൈവത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ ആരും തങ്ങൾ എന്തോ നേടിയെന്ന് പറയുന്നില്ല. അവരുടെ ഏറ്റവും വലിയ മഹത്വം ദൈവത്തിന് തന്നെയാണ് എന്നുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ ദൈവമേ അത് നിന്റെ കൃപയാലാണെന്ന് പറയുന്ന ആരാധന ഇവിടെ കാണുന്നു, സ്വർഗത്തിൽ കാണുന്നു. ഇതാണ് വിജയത്തിന്റെ ഏറ്റവും ഉന്നതം. ആരാധനയുടെ പരമാവധി എന്ന് പറയുന്നത് ശരീരഭാവമല്ല, ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതല്ല, മഹത്വത്തിന്റെ സമർപ്പണമാണ് ആരാധന. നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവത്തോടുള്ള ആരാധന. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ നമ്മൾ കേട്ടു. ഒരുപാട് ആത്മീയ അർത്ഥങ്ങളും നമ്മളോട് സംസാരിക്കുന്നതുമായിട്ടുള്ള ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റട്ടെ. വളരെ താഴ്മയുള്ളവരായി നിന്നുകൊണ്ട് സകല മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ പുകഴുവാൻ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കൂ. നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.